രാമചന്ദ്രൻ സാറേ, ഇന്ന് ഏറ്റവും വിശേഷപ്പെട്ടൊരു ദിവസമാണ് കേരളീയരെ സംബന്ധിച്ചിടത്തോളം. ആറ്റുകാൽ പൊങ്കാല ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ സ്ത്രീജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു വിശേഷ ദിവസമാണ്. ലോകത്തിലെ ഗിന്നസ് ബുക്കിൽ 2 തവണ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഐതിഹ്യവും ദേവിയുടെ മഹാത്മ്യമൊക്കെ ഒന്ന് ചർച്ച ചെയ്താലും. ഞാനുമായി ബന്ധപ്പെട്ട് ഇതിനെ സംബന്ധിച്ച് ഞാൻ പറയാം. 2 തവണ തിരുവനന്തപുരത്ത് താമസിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ ജീവിതകാലത്ത്. ഒന്ന് പഠിത്തവുമായി ബന്ധപ്പെട്ടും 2 പത്രപ്രവർത്തനം എൻ്റെ ജോലിയായി ബന്ധപ്പെട്ടുമാണ്. കൊച്ചിയിൽ നിന്ന് 1981 ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ താമസമാണ്. അപ്പോൾ അന്ന് നമുക്കറിയാവുന്നതും നമ്മൾ പോകുന്നതുമായ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് പത്മനാഭസ്വാമി, പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, പിന്നെ അവിടെ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് വികാസ് ഭവൻ്റെ ഒക്കെ അടുത്ത്, പിന്നെ തിരുവല്ലം, ശ്രീരാമ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. തിരുവനന്തപുരത്തിന് പുറത്തുമൊക്കെ ആളുകൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ അന്ന് ആറ്റുകാൽ ക്ഷേത്രം പ്രസിദ്ധമല്ല. അവിടെ എത്ര കൊല്ലം പുറകില്ല സാർ? ഞാനിപ്പോൾ പറഞ്ഞത് 1981 കാര്യമാണ്. പിന്നെ 94 പറയാം. അന്ന് പ്രസിദ്ധമല്ല. ഈ പൊങ്കാലയൊക്കെ അവർ വെക്കുന്നുണ്ടാവാം അന്നും. ഒരു പ്രാദേശിക ക്ഷേത്രം, ഒരു കുടുംബക്ഷേത്രം എന്നൊക്കെ ഉള്ള നിലയ്ക്ക്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ജോലി ചെയ്യാൻ പോകുന്നത് 1994 അപ്പോൾ ഇത് അത്യാവശ്യമൊക്കെ പ്രസിദ്ധിയിലേക്ക് വന്നു. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മാതൃഭൂമി തിരുവനന്തപുരം പതിപ്പ് തുടങ്ങിയല്ലോ, തിരുവനന്തപുരം എഡിഷൻ. അപ്പോൾ മാതൃഭൂമി മറ്റുള്ള പത്രങ്ങളെയൊക്കെ ബീറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായി ഹിന്ദു, ഇപ്പം മാതൃഭൂമി അങ്ങനെയല്ല, ഇപ്പോൾ ഒരു കപട മതേതര എന്ന് പറയുന്ന അവസ്ഥയിലാണത്. അന്ന് ഹിന്ദു പത്രം എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് അവർ ആറ്റുകാൽ പൊങ്കാലയുമൊക്കെ കൈകാര്യം ചെയ്തു തുടങ്ങി. അപ്പോൾ അവർ കൈകാര്യം ചെയ്യുമ്പോൾ മറ്റു പത്രങ്ങൾക്കും കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമല്ലോ. അങ്ങനെ പത്രങ്ങളുമൊക്കെ ഇത് പ്രസിദ്ധമായി. ഇതുപോലെ ഒരു കോട്ടയത്ത് മാതൃഭൂമി പതിപ്പ് തുടങ്ങിയപ്പോൾ പ്രസിദ്ധിയിലേക്ക് വന്നൊരു സ്ഥലമാണ് മള്ളിയൂർ ക്ഷേത്രവും എന്ന് പറയാറുണ്ട്. ഈ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ശരിയാകാം, അല്ലായിരിക്കാം. പക്ഷേ എൻ്റെ അനുഭവത്തിൽ മാത്രമല്ല, 1994 ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വിവാഹിതനാണ്. എൻ്റെ ഭാര്യ ഭയങ്കര ഭക്തിയുള്ള ആളാണ്. അവർ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ചെന്ന് പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു. അന്നൊക്കെ നമുക്ക് സെക്രട്ടേറിയറ്റ് വരെ അല്ലെങ്കിൽ പട്ടം വരെ. ഇപ്പം ഇത് 10 കിലോമീറ്റർ ഇതിപ്പോൾ 10 കിലോമീറ്റർ. അതിൻ്റെ അപ്പുറത്തുമൊക്കെ ഈ സങ്കല്പത്തിൽ ആളുകൾ വീട്ടിൽ തന്നെയൊക്കെ പൊങ്കാല ഇടുന്നതൊക്കെ ഉണ്ട്. കുറേം കൂടി ഇങ്ങോട്ട് വരാൻ പറ്റാത്തവരുമൊക്കെ. അപ്പോൾ ഇത് ഈ കണ്ണകിയുമായി ബന്ധപ്പെട്ടതാണ് ഇതിൻ്റെ ഐതിഹ്യം. ശരിക്കും ആറ്റുകാലിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കൗമാര ഭാവത്തിലുള്ള ദേവിയാണ്, കണ്ണകിയാണ്. അപ്പോൾ കണ്ണകി ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ കൊടുങ്ങല്ലൂർ നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു സ്ഥലമാണ്. പിന്നെ പല വിവാദങ്ങളുമൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടുമൊക്കെ വർഷത്തിലൊരിക്കൽ തുറക്കുന്നു എന്നൊക്കെ പറയുന്ന കുമളിയിലെ മംഗളാദേവി ക്ഷേത്രം കണ്ണകിയാണ്. അപ്പോൾ ഈ കൊടുങ്ങല്ലൂരിലേക്ക് വരുമ്പോൾ ഈ കണ്ണകി ആറ്റുകാൽ വന്ന് വിശ്രമിച്ചു. അന്ന് വിശ്രമിച്ചപ്പോൾ മുല്ലവീട്ടിൽ പരമേശ്വരൻ പിള്ളയ്ക്ക് ദർശനം നൽകി. അങ്ങനെയാണ് അവിടെ ഈ കുംഭത്തിലെ പൂരം ആണ് ഇത്. അതായത് ചോറ്റാനിക്കര മകം നടന്നതിൻ്റെ അടുത്ത ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല. ഇപ്പം ഇന്നലെ ചോറ്റാനിക്കര മകത്തിന് എൻ്റെ ഭാര്യ പോയിരുന്നു. അവരെല്ലാ കൊല്ലവും കൊച്ചിയിലാണെങ്കിൽ അങ്ങനെ, അവിടെയാണെങ്കിൽ ആറ്റുകാല് അങ്ങനെ. അപ്പോൾ ഈ കണ്ണകിയുടെ കഥ നമുക്ക് അത്യാവശ്യം അറിയാമല്ലോ. അതായത് കണ്ണകി കാവേരി പൂമ്പട്ടണത്തിൽ താമസിച്ചിരുന്ന ആളാണ്. കണ്ണകി ഭർത്താവ് കോവലൻ. അത് കഴിഞ്ഞ് കോവലന് വേറൊരു ബന്ധം മാധവി എന്ന് പറഞ്ഞൊരു സ്ത്രീയൊക്കെ ആയിട്ട് വന്നു. കോവലൻ്റെ സമ്പാദ്യം മുഴുവൻ മാധവി വിഴുങ്ങി. അത് കഴിഞ്ഞ് അയാൾ തിരിച്ചു വരികയാണ് കണ്ണകിയുടെ അടുത്തേക്ക്. കണ്ണകിയുടെ അടുത്ത് തിരിച്ചു വരുമ്പോൾ ആകെ കണ്ണകിയുടെ കയ്യിലൊരു ചിലമ്പ് മാത്രമേ ഉള്ളൂ, ഒറ്റ ചിലമ്പ്. പണ്ട് ഞാൻ ചിലപ്പതികാരം 10-15 ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. അക്കാലത്ത് ഞാൻ എഴുതുന്ന കാലത്തൊക്കെ വളരെ പ്രസിദ്ധവുമാണത്. ഈ കടവിലെ മുതല എന്ന് പറഞ്ഞ് തുടർച്ചയായിട്ടാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. ആ ചിലപ്പതികാരം എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ശീർഷകം ഇടുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്ത് കവി വി മധുസൂദനൻ നായരെ വിളിച്ചു. ചിലപ്പതികാരം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്
എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ചിലമ്പിൻ്റെ അധികാരം, അതാണ് ചിലപ്പധികാരം എന്ന് പറഞ്ഞത്. അതാണ് ഈ ഒറ്റ ചിലമ്പ് കണ്ണകിയുടെ. അപ്പോൾ ഈ ചിലമ്പിൻ്റെ അകത്ത് മറ്റേ രത്നങ്ങൾ ചിലമ്പിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് പാണ്ഡ്യരാജാവിൻ്റെ ഭാര്യയുടെ റാണിയുടെ ഒരു ചിലമ്പ് മോഷണം പോയി. ഈ ഒരു ചിലമ്പെന്ന് പറയുമ്പോൾ 2 ചിലമ്പ് വേണ്ടതില്ലേ? അപ്പോൾ ഒരു ചിലമ്പ് എന്ത് ചെയ്യും? അത് നേരത്തെ വിറ്റ് കാണണം എന്നാണ്. അതെ, ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കോവലൻ ഇത് വിൽക്കാൻ പോയി, ഈ ഒറ്റ ചിലമ്പ്. അപ്പോൾ വിൽക്കാൻ പോയപ്പോൾ റാണിയുടെ ചിലമ്പ് മോഷണം പോയത് സാഹചര്യത്തിൽ ആളുകൾക്ക് സംശയം വന്നിട്ട് കോവലനെ പിടിച്ചു. കോവലനെ പിടിച്ചിട്ട് ശിരച്ഛേദം നടത്തി. അപ്പോൾ രോഷാകുലയായി കണ്ണകി പാണ്ഡ്യരാജാവിൻ്റെ അടുത്ത് ചെന്നു. ഇത് ചെയ്തത് ശരിയായില്ല, രാജാവ് ചെയ്യുന്നേ ശോഭിച്ചു. അത് കഴിഞ്ഞ് ഇവർ ഈ ചിലമ്പ് വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ചിലമ്പിൻ്റെ അകത്ത് നിന്ന് രത്നങ്ങൾ ചെതറി. മറ്റേ പാണ്ഡ്യ റാണിയുടെ ചിലമ്പിൻ്റെ അകത്ത് മുത്തുകളാണ്, രത്നമല്ല. അപ്പോൾ ഈ തെറ്റാണ്. പുറമേ തിരിച്ചറിയാൻ വയ്യാത്ത പോലെയുള്ള ചിലമ്പുകളായിരുന്നു. അതെ 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 അതെ. പൊതുവെ ചിലമ്പുകളൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ ഈ നൃത്തം വെക്കുന്നവരുടെ ഒക്കെ നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ കണ്ണകി അവിടുന്ന് പുറപ്പെടുകയാണ്. ആ കണ്ണകിയുടെ യാത്ര അതാണ് നമ്മൾ മംഗളാദേവി, പിന്നെ ഇടയ്ക്ക് ആറ്റുകാലൊരു ഇടത്താവളം, കൊടുങ്ങല്ലൂര്. അപ്പം നമ്മളുടെ കേരളവുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഐതിഹ്യ കഥയാണ് കണ്ണകിയുടേത്. അപ്പോൾ ചേരൻ ചെങ്കുട്ടവൻ ആണ് പ്രതിഷ്ഠ മറ്റേ മംഗളാദേവിയിലും കൊടുങ്ങല്ലൂരിലും നടത്തുന്നത് എന്ന് ഐതിഹ്യങ്ങളിലുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവമായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. 1997 ഫെബ്രുവരി 23 ഗിന്നസ് ഇത് ചെയ്യുമ്പോൾ 15 ലക്ഷം സ്ത്രീകൾ എന്നുള്ളതായിരുന്നു. ഗിന്നസ് തന്നെ 2009 ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത് 25 ലക്ഷം. ഇപ്പോഴൊക്കെ ഇത് കോടികളിലേക്ക് വന്ന് കാണുമല്ലോ. അപ്പോൾ മകരം കുംഭത്തിലെ ഈ ആറ്റുകാല ഉത്സവത്തിൻ്റെ 9ാം ദിവസമാണ് ഈ പൊങ്കാല നടക്കുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നിപ്പോൾ പറയാറുണ്ട്. നമ്മുടെ ദ്രാവിഡ ദേവാരാധനയുടെ ഭാഗമാണ്. കണ്ണകി എന്ന് പറയുന്നത് കാളിയുടെ പ്രതിരൂപമാണ്. ദുർഗ, ഭദ്രകാളി, പാർവതി, ഭുവനേശ്വരി, അന്നപൂർണേശ്വരി, കുരുമ്പ, ഭഗവതി എന്നൊക്കെ നമ്മൾ പറയും. പരാശക്തി ക്ഷേത്രങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അന്നപൂർണേശ്വരിയായ ഭഗവതിയുടെ ഇഷ്ടനിവേദ്യമാണ് പൊങ്കാല എന്ന് പറയുന്നത്. അത് ആത്മസമർപ്പണമാണ്. അത് ചെയ്താൽ പുണ്യം കിട്ടുമെന്ന് അവർ വിചാരിക്കുന്നു. പൊങ്കാല അർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താണോ നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹ നിവൃത്തിയൊക്കെ നടക്കും എന്ന് വിചാരിക്കുന്നു. ഇതിനവർ വ്രതം നോൽക്കാറുണ്ട്, ദർശനം നടത്താറുണ്ട്. സ്വന്തം വീട്ടിൽ പൊങ്കാല ഇടുന്നവരുണ്ട്. കോവിഡ് കാലത്ത് സ്വന്തം വീട്ടിലാണ് പൊങ്കാല ഇട്ടിരുന്നത്. ഈ അടുപ്പിന് സമീപം ഈ പൊങ്കാല അടുപ്പുണ്ടല്ലോ, അടുപ്പിന് സമീപത്ത് ഗണപതിക്ക് വെക്കുക എന്ന് പറഞ്ഞൊരു സംഭവം. നമ്മുടെ എല്ലാ ആചാരത്തിനകത്തും ഗണപതിക്ക് ആദ്യം ഒരു ഹോമം പോലെ പ്രാർത്ഥന സങ്കല്പമുണ്ട്. വിഘ്നേശ്വരനാണ്, വിഘ്നം ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ ഗണപതിക്ക് വെക്കുന്നത് തൂശനിലയിൽ അവില്, മലര്, വെറ്റില, പാക്ക്, പഴം, ശർക്കര, പൂവ്, ചന്ദനത്തിരി, നിലവിളക്ക്, നിറനാഴി, കിണ്ടിയിൽ വെള്ളം, അങ്ങനെയാണ്. ഈ പൊങ്കാല വെക്കുന്നത് പുതിയ കലത്തിലാണ്. പുതിയ കലം എന്ന് പറയുമ്പോൾ കലം എന്ന് പറയുന്നത് മണ്ണാണ്. മറ്റേ അത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അതേസമയം ഒരു താഴികക്കുടം ആണല്ലോ അതിൻ്റെ മറിച്ച് വെച്ച് കഴിഞ്ഞാൽ. മണ്ണ് എന്ന് പറഞ്ഞാൽ ശരീരമാണ്, മറ്റേതെന്ന് പറഞ്ഞാൽ ക്ഷേത്രമാണ്. ശരീരത്തിനെ തന്നെ, അതായത് നമ്മുടെ ക്ഷേത്രസങ്കല്പത്തിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് സൂക്ഷ്മരൂപവും മറ്റേത് സ്ഥൂലരൂപവും. ക്ഷേത്രം ശരീരത്തിൻ്റെ തന്നെ സ്ഥൂലരൂപമായിട്ടാണ് ക്ഷേത്രം വച്ചിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെയോ ആത്മാവിൻ്റെയോ ഒക്കെ സ്ഥാനത്താണ് ആ ശ്രീകോവിൽ വരുന്നത്. അങ്ങനെയാണ് ക്ഷേത്ര സങ്കല്പം തന്നെ. അപ്പോൾ ഇത് മനുഷ്യനിൽ നിന്നോ ശരീരത്തിൽ നിന്നോ ഒന്നും വിഭിന്നമല്ല നമ്മുടെ കാര്യങ്ങൾ. പുതിയ കലത്തിലാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഈ പണ്ടാര
അടുപ്പുണ്ട്. പണ്ടാര അടുപ്പ് എന്ന് പറഞ്ഞാൽ രാജപ്രതീകമായിട്ടുള്ളത്, ദേവപ്രതീകം എന്നൊക്കെ പറയാം. അവിടെ തീ കത്തിച്ച ശേഷമാണ് ബാക്കിയുള്ളവർ കത്തിക്കുക. അപ്പോൾ ശർക്കര പായസമാണ് പൊതുവെ ഈ നിവേദ്യമായിട്ട് കണക്കൂട്ടുന്നത്. എന്തുമാകാം, ഉണക്കലരി, നാളികേരം, ശർക്കര, ചെറുപഴം, തേൻ, നെയ്യ്, പഞ്ചസാര, കൽക്കണ്ടം, ഉണക്കമുന്തിരി, ചെറുപയർ, അണ്ടിപ്പരിപ്പ്, നമുക്ക് സൗകര്യമുള്ള പോലെയൊക്കെ ആകാം. പക്ഷെ പൊതുവെ ഇപ്പോൾ ഈ പായസം ആയിട്ടാണ് വെക്കുന്നത്. ഭഗവതിയുടെ പ്രിയപ്പെട്ട നിവേദ്യം എന്ന് പറയുന്നതാണ് കടും പായസം. പ്രഥമൻ, വെള്ളച്ചോറ്, സേമിയ, പാൽപ്പായസം, പാലട, തെരളി, കുമ്പിളപ്പം, മണ്ടപ്പുട്ട്, ഇതെല്ലാം ഇന്ന് പൊങ്കാലയുടെ കൂട്ടത്തിലുള്ള അത് ഏത് വേണമെങ്കിലും ആകാം. നമുക്ക് നമ്മുടെ ചോയ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇലയട, നിവേദ്യ വസ്തു എന്തുമാകാം, ആർക്കും പൊങ്കാലയിടാം, ഏത് മതത്തിൽപ്പെട്ടവർക്കും. വേറെ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നുണ്ട്, ലോകരാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, ലോകരാജ്യങ്ങളിൽ പല സ്ഥലത്തും അവർ ഓൺലൈനും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. പൂജാരികൾ തീർത്ഥം തെളിക്കുമ്പോഴാണ് ഇത് അവസാനിക്കുന്നത്. ഇത്തവണ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇതൊരു മതമൈത്രിയുടെ ഒരു സംഭവം വലിയ മാനത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. പള്ളികൾ രാവിലത്തെ കുർബാനയൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് തുടങ്ങിയത് നമ്മുടെ പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് ആണ്. രാവിലെ 6 മണിയുടെ കുർബാന, 7:15 കുർബാന, 9:15 കുർബാനയൊക്കെ മാറ്റി വൈകുന്നേരം ഒരു പൊതു ആരാധനയായിട്ട് മാറ്റിയിട്ടുണ്ട്. പാളയം സെൻറ്റ് ജോസഫ്സ് കത്തീഡ്രൽ രാവിലെ 10 മണിയുടെ 3:30 കുർബാനയൊക്കെ ഒഴിവാക്കി. അതുപോലെ പാളയം സമാധാന രാജ്ഞി ബസിലിക്കയിൽ എല്ലാം കൂടി വൈകുന്നേരം 5 മണിക്ക് ഒരു പൊതു ആരാധനയൊക്കെ മാറ്റി. അപ്പോൾ ഇതൊരു വലിയ ആഘോഷമാണ്. അതിന് എല്ലാ മതസ്ഥരുടെയും വിവിധ ജാതി മതത്തിൻ്റെ എല്ലാവരും പങ്കാളിത്തമുണ്ട്. അതെ, അപ്പോൾ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്നുണ്ട്, എല്ലാ മതസ്ഥരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. മതസ്ഥരും പൊങ്കാലയിടുന്നവരും ഉണ്ട്. വ്രതം എങ്ങനെയാണ് എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. അത് 9 ദിവസം ആണ് ശരിക്ക് ഒരു പൂർണ്ണവ്രതം എന്ന് പറയുന്നത്. കാപ്പ് കെട്ടൽ മുതൽ തുടങ്ങുന്നുണ്ട്. 70 ദിവസമാകാം, 5 ദിവസമാകാം, 3 ദിവസമാകാം. മിനിമം 3 ദിവസം വ്രതം ഉണ്ടാവണം. അവനവൻ്റെ സൗകര്യം 9 വരെ വ്രതം. അങ്ങനെ ദിവസവും അമ്മയെ പ്രാർത്ഥിക്കുക, ആറ്റുകാല അമ്മയെ പ്രാർത്ഥിക്കുക. ദോഷം, വിളിദോഷം, ശാപദോഷമൊക്കെ മാറും എന്നാണ് കണക്ക്. ഒരു നേരം, മുഴുവൻ നേരവും ഭക്ഷണം വേണ്ട, ഒരു നേരം അരിയാഹാരം കഴിക്കുക, മത്സ്യമാംസങ്ങൾ വർജിക്കുക, ബ്രഹ്മചര്യം ദീക്ഷിക്കുക, സ്തോത്രങ്ങളൊക്കെ ചൊല്ലുക, കോടി വസ്ത്രം ധരിക്കാൻ നോക്കുക, അലക്കി വൃത്തിയാക്കിയ പരുത്തി വസ്ത്രങ്ങൾ പ്രത്യേകിച്ച് ഈ പൊങ്കാലയൊക്കെ ഇടുമ്പോൾ, പിന്നെ നല്ല വാക്ക്, നല്ല മനസ്സ്, നല്ല പ്രവൃത്തി ഒക്കെ ആയിട്ട് നടക്കുക. പുലവാലായ്മയുള്ളവർ പങ്കെടുക്കാതിരിക്കുക. പ്രസവിച്ചവർ 90 കഴിഞ്ഞ്, പ്രസവിച്ചത് അല്ലാത്തവർ അങ്ങനെ പങ്കെടുക്കരുത്. ചോറൂൺ കഴിഞ്ഞ്. പിന്നെ കുംഭച്ചൂടേറ്റ് തിളച്ചു മറിയുന്ന നിലത്തടുപ്പ് കൂട്ടുക എന്നുള്ളതാണ്. നല്ല ചൂടാണല്ലോ ഇപ്പോൾ, അതിഗംഭീരമായ ചൂടാണ്. നമുക്ക് പണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന പോലെയാണ്. പിന്നെ പൊങ്കാലയ്ക്ക് തീപകരും മുമ്പേ അടുപ്പിന് മുമ്പിൽ വിളക്കും നിറനാഴിയും വയ്ക്കുക, വിളക്ക് കത്തിക്കുക. ദേവസാന്നിധ്യത്തിൻ്റെ സങ്കല്പമാണ്. നമ്മുടെ കുടുംബ പരിദേവത, പരേതാത്മാക്കളുടെ സാന്നിധ്യമുണ്ടാവും എന്നൊക്കെയാണ് സങ്കല്പം. നിറനാഴി, പറ, നിലവിളക്ക്, അടുപ്പ് തീർത്ഥം തെളിച്ച് ശുദ്ധി വരുത്തുക അതിന് ആദ്യം തന്നെ. പിന്നെ ഈ പൊങ്കാല തിളച്ച് തൂകണം, ഇടയ്ക്ക് വെച്ച് എന്നുള്ളതല്ല, നന്നായിട്ട് തിളച്ച് മറിയണം. അങ്ങനെ തിളച്ച് മറിയുമ്പോൾ ഏത് വശത്തേക്ക് എന്നുള്ളത് അതിനൊരർത്ഥമുണ്ട്. അതായത് കിഴക്കോട്ട് തൂകിയാൽ നമ്മൾ എന്തൊക്കെയാണോ ഇഷ്ടങ്ങൾ വിചാരിക്കുന്നത് അതെല്ലാം സാധിച്ചു കിട്ടും എന്നുള്ളതാണ്. വടക്കോട്ട് തൂകിയാൽ കാലതാമസം വരും ആഗ്രഹങ്ങൾക്ക്. പടിഞ്ഞാറും തെക്കുമാണ് തൂകുന്നതെങ്കിൽ ദുരിതം അടുത്ത കാലത്തൊന്നും മാറില്ല എന്നാണ്. അപ്പോൾ എന്താ ചെയ്യുക? നവഗ്രഹ ഭജനം തുടരുക. ഇങ്ങനെയാണ് തൂകിയിരിക്കുന്നതെങ്കിൽ അതുകൊണ്ടാണ് പരിഹാരം എന്നുള്ളത്. പിന്നെ നമ്മുടെ തലയെ ബാധിക്കുന്ന രോഗങ്ങളൊക്കെ മാറും എന്ന് വിശ്വാസമുണ്ട്.
പൊങ്കാല കഴിഞ്ഞ ഉടനെ കുളിക്കണ്ട. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ തിളച്ചു മറിയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാമക്രോധ ലോഭ മത മാത്സര്യങ്ങളാണ് തിളച്ചു മറിയുന്നത് എന്നാണ് സങ്കല്പം. അപ്പോൾ നമുക്ക് ഇപ്പം ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട കുറേ വിവരങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാതെ പൊങ്കാലയിടുന്നവരുണ്ട്. ഈ ഐതിഹ്യമൊന്നും അറിയാതെ എല്ലാവരും കാണിക്കുന്നതിനൊപ്പം ഭക്തിയുടെ നിറവിൽ പൊങ്കാലയിടുന്നവരുണ്ട്. ഇനിയും പൊങ്കാലയിടാൻ പോകാൻ പറ്റാത്തവർക്കും ഈ ഒരു വിവരണം നമുക്ക് പൊങ്കാലയുടെ ഐതിഹ്യവും എങ്ങനെ പൊങ്കാലയിടണം, പൊങ്കാല ഇട്ടാലുണ്ടാകുന്ന ഗുണങ്ങൾ എല്ലാം കൊടുത്ത ഒരു വിവരണം കൊടുക്കാൻ സാധിച്ചതിൽ നമുക്കും ദൈവയുടെ അനുഗ്രഹം ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.